എറണാകുളത്ത് വീണ്ടും കനത്ത മഴയാണ്. കൊച്ചി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴയും കാറ്റും. തൃക്കാക്കര, തൃപ്പൂണിത്തുറ തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങി. നഗരത്തിൽ വിവിധയിടങ്ങളിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കൊല്ലത്ത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ലിജോ റോളൻസ് കൊല്ലത്ത് നിന്നുള്ള വിവരങ്ങളുമായി. ലിജോ, എന്താണ് കൊല്ലത്തെ കഥ? എന്താണ്? നിഷാദെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊല്ലത്ത് ഇന്ന് പുലർച്ചെ മുതൽ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. ഇടവിട്ടിടവിട്ടാണ് മഴ ലഭിക്കുന്നതെങ്കിലും ചില മേഖലകളിൽ ശക്തമായി തന്നെ മഴ ലഭിക്കുന്നതിനാൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ആളുകളെ ഇപ്പോൾ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ടും നിഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിലാണ് ഏറ്റവും അധികം പ്രശ്നമുള്ളത്. അതായത് ചാത്തന്നൂർ, പാരിപ്പള്ളി, കൊട്ടിയം, മേവറം ആ ഒരു ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ആ റോഡിൽ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ റോഡിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. കാറിന്റെയൊക്കെ ടയർ ഭാഗം വരെ മുങ്ങിപ്പോകുന്ന രീതിയിലാണ് ഇപ്പോൾ അവിടെയൊക്കെയുള്ള ഒരു വെള്ളക്കെട്ടിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. മറ്റ് സ്ഥലങ്ങൾ നോക്കുന്ന സമയത്ത് നീണ്ടകരയ്ക്ക് സമീപം കാവനാട്, മരുത്തടി അതുപോലെയുള്ള സ്ഥലങ്ങളിൽ പലയിടത്തും, പടപ്പുക്കര അതുപോലെയുള്ള പല സ്ഥലങ്ങളിലും വീടുകളിലേക്കും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. കാരണം അവിടെയൊക്കെ സാധാരണ രീതിയിൽ ചെറിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാകുമെങ്കിലും ഇപ്പോൾ ഈ തുടർച്ചയായി മഴ പെയ്യുന്നത് കാരണം അവിടെ വെള്ളം ഒഴുകിപ്പോകുന്നില്ല. അത് കാരണമാണ് പല വീടുകളിലേക്ക് ഇപ്പോൾ വീടുകളിലേക്ക് വെള്ളം കയറി അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. പല ആളുകളെയും മാറ്റി താമസിപ്പിക്കേണ്ടി വരും. അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. നിലവിൽ ഒരു ക്യാമ്പ് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അവിടെ താമസിച്ചിരുന്ന ആളുകളിൽ പകുതിയോളം പേരും കഴിഞ്ഞ ദിവസങ്ങളിൽ മടങ്ങിപ്പോയിരുന്നു. പക്ഷേ വീണ്ടും മഴ ശക്തമായതോടുകൂടെ ആവശ്യമായ സ്ഥലങ്ങളിൽ ക്യാമ്പ് ഉൾപ്പെടെ തുടങ്ങിക്കൊണ്ട് ആളുകളെ മാറ്റി താമസിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2 സ്ഥലങ്ങളിലാണ് മരം വീണ് പ്രശ്നമുണ്ടായിരിക്കുന്നത്. ഒന്ന് കുണ്ടറയ്ക്ക് സമീപമാണ്. അത് രാത്രിയായിരുന്നു. ആ വൈദ്യുതി ലൈനിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. അത് പുലർച്ചയോടുകൂടെ തന്നെ വൈദ്യുതി വകുപ്പ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടുകൊണ്ട് അത് അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന കാര്യങ്ങളിലേക്ക് കടന്നു. പക്ഷെ അവിടെ ആ ഒരു സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ നിർത്തിയിട്ടുന്ന 2 വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ശാസ്താംകോട്ടയിലും മരം വീണിട്ടുണ്ട്. അവിടെ മറ്റ് അപായങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ അവിടെ ചെറിയ രീതിയിൽ ഇപ്പോൾ ഗതാഗത തടസ്സമുണ്ടാകുന്നു. അതെല്ലാം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ആ ദേശീയപാതയിൽ, അതായത് ആ ചാത്തന്നൂർ മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ, ചെറിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള ഒരു കാര്യം. വെള്ളക്കെട്ട് വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ പലയിടങ്ങളിലും കുഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം അതിന് ആഴമുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇവിടെ മാത്രമല്ല, MC റോഡിലാണെങ്കിൽ തന്നെയും വാളകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ഗതാഗത തടസ്സമൊന്നുമില്ല. റോഡിലാകെ ഇപ്പോൾ വെള്ളം നിറഞ്ഞൊരവസ്ഥയാണ്. കൊല്ലം തേനി ദേശീയപാതയിലും പല സ്ഥലങ്ങളിലായി വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. കൊല്ലത്തുനിന്നുള്ള വിവരങ്ങളാണ് ലിജോ നൽകിയത്.